11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏതാണ്? സോ ഇത് നോർമലി ഇതിന്റെ കൺസെപ്റ്റ് 11 സംഖ്യകളുടെ ശരാശരി 66 എന്ന് പറയുമ്പോൾ 11 ഗുണം 66 ചെയ്താൽ നമുക്ക് അതിന്റെ എന്ത് കിട്ടുന്നു? തുക കിട്ടുന്നു. ഒരു സംഖ്യ കൂടി ചേർക്കുമ്പോൾ 12 സംഖ്യകളായി, അതിന്റെ ശരാശരി 72 അത് ഗുണിച്ചാൽ നമുക്ക് അതിന്റെയും തുക കിട്ടുന്നു. ഈ രണ്ട് തുകകളും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ ചേർത്ത സംഖ്യ എന്ന് പറയുന്നത്. 12 എണ്ണത്തിന്റെ തുകയിൽ നിന്ന് ആദ്യമുള്ള 11 എണ്ണത്തിന്റെ തുക കുറയ്ക്കുന്നതാണ്. നമ്മളിത് വേറൊരു രീതിയിൽ എളുപ്പത്തിൽ കാണാം. ഈ ഗുണനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം പുതിയ ശരാശരി എത്രയാണെന്ന് കാണാം. ഇവിടെ 11 സംഖ്യകളുടെ ശരാശരി 66 ഒരു സംഖ്യ കൂടി വന്നപ്പോൾ പുതിയ ശരാശരി നമുക്ക് എന്ത് കിട്ടി? 72. എപ്പോഴും പുതിയ ശരാശരി ആദ്യം എഴുതുക. ഒരു സംഖ്യ ചേർത്തതായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്ലസ് ഇടാം. ഒരു സംഖ്യ അതിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ മൈനസ് ഇട്ടാൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം എത്ര സംഖ്യ ഉണ്ടായിരുന്നു? 11 ഇൻറ്റു ശരാശരിയിൽ എന്താ മാറ്റം വന്നത്? 66 72 അപ്പൊ 6 കൂടി എന്ന് പറയുമ്പോൾ അവിടെ +6 ഇട്ട് കൊടുക്കുക. കുറഞ്ഞെന്നായിരുന്നുവെങ്കിൽ -6 ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. പുതിയ ശരാശരി 72 ഒരു സംഖ്യ വന്നപ്പോൾ പ്ലസ് ഇട്ടു. ആദ്യം 11 സംഖ്യകളുണ്ട്, ശരാശരി 6 കൂടി, അപ്പൊ ×6 കൊടുക്കുക. അപ്പൊ 72 + 11 × 6 66 നമുക്ക് പുതിയ ചേർത്ത സംഖ്യ 138 എന്ന് കിട്ടുന്നു.